പേടിച്ചു വിറച്ചു. പൂച്ച തത്തേനെ പിടിക്കാൻ ചാടി ഇറങ്ങി. തത്ത വേഗം പറന്ന് രക്ഷപ്പെട്ടു. പൂച്ച വേഗം പാല് കുടിച്ചു. തത്തയുടെ വീട് അനുസരിച്ച് കണ്ടുപിടിക്കണം. ആ തത്തയിറച്ചി കൂടി ആഹാരമാക്കണം. പൂച്ചയിൽ വായിൽ വെള്ളം മൂടി. പൂച്ച തത്തയുടെ വീട് അന്വേഷിച്ച് ഇറങ്ങി. 2-3 ദിവസം കാട്ടിലൂടെ നടന്ന് അവസാനം തത്ത താമസിക്കുന്ന മരം കണ്ടുപിടിച്ചു. തത്ത പൂച്ച വരുന്നത് കണ്ട് പേടിച്ചു. എന്നെ പിന്നെ കുഞ്ഞുങ്ങള് ഉപയോഗിക്കും കരഞ്ഞു പറഞ്ഞു. പൂച്ച പക്ഷെ അതൊന്നും കേട്ടില്ല. പൂച്ചയുടെ വായിലാണെങ്കിൽ തത്തയിറച്ചി വീണാൻ ആയിരുന്നു. പൂച്ച വേഗം മരത്തിലോട്ട് ചാടിക്കേറി. തത്തയും കുഞ്ഞുങ്ങളും പേടിച്ചു കരഞ്ഞു. പക്ഷെ ഈ പൂച്ച ഈ കരച്ചിലൊന്നും കേട്ടില്ല. വേഗം പൂച്ച മരത്തിലായിട്ട് കയറാൻ തുടങ്ങി. പെട്ടെന്ന് പൂച്ചയുടെ കാൽ വഴുതി. മരത്തിൽ തൂങ്ങിക്കിടന്ന വള്ളി പിടിച്ചു. ആ വള്ളിയുടെ അറ്റത്ത് തേനീച്ച കൂട് കൂട്ടിയിട്ടുണ്ടായിരുന്നു. അവർ കൂട്ടമായി വന്നു പൂച്ചയെ ആക്രമിക്കാൻ തുടങ്ങി. പൂച്ചയുടെ പിടി വിട്ടു പൂച്ച താഴ്ത്തി വീണു. ഇതിന് എന്ത് മനസ്സിലാക്കാം? നമ്മൾ മറ്റാരെയും ഒരു കാര്യത്തിനും പിടിക്കാൻ പാടില്ല. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് ശിശുദിനം ആഘോഷിക്കാനാണ്. എനിക്ക് അവസരം ഒരുക്കി തന്ന അധ്യാപകർക്കും എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്കും ഞാൻ നന്ദി പറയുന്നു. ശിശുദിനം എന്ന് പറയുമ്പോൾ നമ്മുടെ ഓർമ്മയിൽ വരുന്നത് ജവഹർലാൽ നെഹ്റുവിൻ്റെ ചിത്രമാണ്. ജവഹർലാൽ നെഹ്റു ജനിച്ചത് 1889 നവംബർ 14. ജവഹർലാൽ നെഹ്റു ജനിച്ചതാണ് 1889 നവംബർ 14. ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് നമ്മൾ ശിശുദിനമായി ആചരിക്കുന്നത്. ജവഹർലാൽ നെഹ്റുവിന് കുട്ടികളെയും പൂക്കളെയും വളരെയധികം ഇഷ്ടമാണ്. കുട്ടികൾ സ്നേഹത്തോടെ അദ്ദേഹത്തെ ചാച്ചാ നെഹ്റു എന്നാണ് വിളിച്ചിരുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു ജവഹർലാൽ നെഹ്റു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പേര് രാധാകൃഷ്ണ. ഞാൻ ഇന്നിവിടെ പാടാൻ പോകുന്ന കവിതയുടെ പേരാണ് എൻ്റെ വീട്. എൻ്റെ കൊച്ചു വീട്, സ്നേഹമുള്ള വീട്, അമ്മയുള്ള അച്ഛനുള്ള അനിയനുള്ള വീട്, പാട്ട് പാടി തന്നിടും എൻ്റെ പൊന്നു മുത്തശ്ശൻ, കഥ പറയും ഞങ്ങളുടെ മുത്തശ്ശി. എൻ്റെ കൊച്ചു വീട്, സ്നേഹമുള്ള വീട്, ഒരുമയോടെ ഞങ്ങളെല്ലാം പാർത്തിടുന്ന വീട്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർ, പ്രിയപ്പെട്ട അധ്യാപകരെ, കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ശിശുദിനം ആശംസകൾ. എൻ്റെ പേര് രാധാകൃഷ്ണ. ഞാൻ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാനിവിടെ പറയാൻ പോകുന്നത് ശിശുദിനത്തെ കുറിച്ചാണ്. ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമായിട്ടാണ് ശിശുദിനം ആഘോഷിക്കുന്നത്. 1889 നവംബർ 14 അലഹാബാദിലാണ് നെഹ്റു ജനിച്ചത്. സോഡിബായ് റാണിയുടെയും മോത്തിലാൽ നെഹ്റുവിന്റെയും മകനാണ് ജവഹർലാൽ നെഹ്റു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. കുട്ടികളെല്ലാവരും ചാച്ചാജി എന്നാണ് വിളിക്കുന്നത്. ജവഹർലാൽ നെഹ്റു 1964 മെയ് മാസം 27-ാം തീയതി അന്തരിച്ചു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശിശുദിനം ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
Good morning, everyone. First, I wish you all a very happy Children's Day. Children's Day is celebrated on 14th November every year in India. It is the birth anniversary of Pandit Jawaharlal Nehru. Pandit Nehru was the first Prime Minister of India. He loved children very much. He compared children with birds of flowers. Children fondly called him Chacha Nehru. I love my Chacha. Jai Hind. Thank you. ഞാൻ ഇന്ന് ശിശുദിന പ്രസംഗമാണ് പറയാൻ പോകുന്നത്. ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമ്മളെല്ലാവരും സ്നേഹത്തോടെ ചാച്ചാജി എന്ന് വിളിക്കുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ പിറന്നാൾ നവംബർ 14-നാണ്. അന്നേ ദിവസം നമ്മൾ ഇന്ത്യക്കാർ ശിശുദിനമായാണ് ആഘോഷിക്കുന്നത്. കുട്ടികളെ ഒരുപാട് സ്നേഹിച്ചിരുന്ന ചാച്ചാജി ഇന്ത്യയിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നടപ്പാക്കി. അദ്ദേഹമായിരുന്നു ആദ്യത്തെ ഇന്ത്യയിലെ പ്രധാനമന്ത്രി. അദ്ദേഹത്തിന്റെ മകൾ ഇന്ദിരാഗാന്ധിയും പ്രധാനമന്ത്രി ആയിട്ടുണ്ട്. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പുസ്തകം നമുക്ക് ഓരോരുത്തർക്കും പ്രചോദനമായി മാറി. വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ ഒരു പുതുതലമുറ ഉണ്ടാക്കാൻ കഴിയുകയുള്ളെന്ന് അദ്ദേഹം നമുക്ക് മനസ്സിലാക്കി തന്നു. കുട്ടികൾ നാളെയുടെ വരദാനമാണ്. നല്ലൊരു നാളേക്കായി നമുക്ക് പ്രയത്നിക്കാം. ജയ് ഹിന്ദ്. നിറഞ്ഞൊരു ചാച്ചാജി, നമ്മുടെ സ്വന്തം ചാച്ചാജി, കുഞ്ഞുങ്ങൾ തൻ പ്രിയനാകും നമ്മുടെ സ്വന്തം ചാച്ചാജി. റോസാപ്പൂവും ചൂടിക്കൊണ്ട് നെഹ്റു തൊപ്പി തലയിൽ വെച്ച് പുഞ്ചിരി ചാർത്ത് വരുന്നുണ്ട് നമ്മുടെ സ്വന്തം ചാച്ചാജി. ഭാരത മണ്ണിനെ രക്ഷിക്കാൻ ഗാന്ധിയോടൊപ്പം ഉണ്ടല്ലോ നമ്മുടെ നാടിൻ്റെ അഭിമാനം നമ്മുടെ സ്വന്തം ചാച്ചാജി. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, ഇന്ന് നവംബർ 14 ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണല്ലോ. ഈ ദിവസം നമ്മൾ ഇന്ത്യക്കാർ ശിശുദിനമായാണ് ആചരിക്കുന്നത്. കാരണം എന്താണെന്നറിയണ്ടേ? ചാച്ചാജിക്ക് കുട്ടികളെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. ഭാവിയാണ് രാജ്യത്തിന്റെ ഭാവിയെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും ആരോഗ്യ കാര്യങ്ങൾക്കും അദ്ദേഹം വളരെ പ്രാധാന്യം കൊടുത്തിരുന്നു. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ബാലവേലയും കുട്ടികൾക്കെതിരെ ആക്രമണവും ഇല്ലാത്ത ഇന്ത്യയാണ് അദ്ദേഹം സ്വപ്നം കണ്ടിരുന്നത്. ചാച്ചാജി ആഗ്രഹിച്ച പോലെ നമുക്കും പഠിച്ചു വളർന്ന് ഇന്ത്യക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ചെയ്യും.
നമസ്കാരം, എല്ലാവർക്കും ശിശുദിന ആശംസകൾ. DJ Van Horn. DJ Van Horn. കരിമഷിക്കണ്ണുള്ള പെണ്ണെ കണ്ടാലോ സുന്ദരിയല്ലേ, പരിഭവം മറ്റല്ലേ പൊന്നെ, മടപ്പിറാവിൻ്റെ മുഞ്ചുള്ള പെണ്ണെ, ഈ പാട്ടിലെന്നും എൻ്റെ നെഞ്ചിലെ താളമല്ലേ, എൻ്റെ മോത്തിങ്കൂട്ടിലെ കൊഞ്ചക്കുറുകാണ പൊന്നാരപ്പൂങ്കുയിലേ, ലിംഗാപുരമഞ്ഞു വീഴുങ്ങി മംഗകാളിൽ വേദന എത്തി, രാവണന്റെ മോഹങ്ങളേറി മേഘനാഥനോർമ്മയിലായി, ഇല്ലാളി വീരനെ അമ്പയിതു വീട്ടിയോ, ശിലേന്തി ലക്ഷ്മണൻ ശ്രീരാമ സോദരൻ. നമസ്കാരം, മാന്യ സദസ്സിന് വന്ദനം. ഇന്ന് നവംബർ 14 ശിശുദിനമായിട്ട് ആഘോഷിക്കുന്ന ദിവസമാണ്. നെഹ്റുവിൻ്റെ ചാച്ചാജിയുടെ ജന്മദിനം. ജയ് ചാച്ചാജി, ജയ് ജയ് ശിശുദിനം. മനസ്സിന്റെയും ആത്മാവിന്റെയും വിശാലതയാണ് സംസ്കാരം. അരിയ നെല്ലിന്റെ ഓലഞ്ഞാലും പോലെ ചാഞ്ചാടുണ്ണി ചാരിഞ്ഞാട്, ഞാറ്റുമുടി കൊട്ടി താളത്തിൽ പാടടാ, പാട്ട് കേട്ട് നീ ഉറങ്ങി, അക്കണ്ടമിക്കണ്ടൻ നിലത്തെ കുഞ്ഞിക്കണ്ടൻ കണ്ടത്തിലോരത്തെ പൊന്നും തീ, ആയിലയില ചെമ്പില വിരിച്ചിട്ട് എന്നെ കിടത്തിയിട്ട് പോയതല്ലേ, ആരിയ നെല്ലിൻ്റെ ഓലഞ്ഞാലും പോലെ ചാഞ്ചാടും ചാരിഞ്ഞാട്, ഞാറ്റുമുടി കൊട്ടി താളത്തിൽ പാടടാ, പാട്ട് കേട്ട് നീ ഉറങ്ങ്, വലിയ പറമ്പിൻ്റെ തെക്കേ മൂലക്കാല് തമ്പ്രാൻകുട ചൂടി നിൽപ്പാതുണ്ട്, വാരിയെടുക്കാനും താരാട്ടുകൾ പാടാനും ഏറെ കൊതിയുണ്ട് പെറ്റോരമ്മ, ആരിയ നെല്ലിൻ്റെ ഓലഞ്ഞാലും പോലെ ചാഞ്ചാടും നീ ചാരിഞ്ഞാട്, ഞാറ്റുമുടി കൊട്ടി താളത്തിൽ പാടടാ, പാട്ട് കേട്ട് നീ ഉറങ്ങ്, പാട്ട് കേട്ട് നീ ഉറങ്ങ്, പാട്ട് കേട്ട് നീ ഉറങ്ങ്. ഹായ് കൂട്ടുകാരെ, നവംബർ 14 ശിശുദിനമാണെന്ന് എല്ലാവർക്കും അറിയാലോ. അത് ചാച്ചാജിയുടെ ജന്മദിനമാണ്. അതുകൊണ്ട് നമുക്ക് ചാച്ചാജിയെ കുറിച്ച് നല്ലൊരു പാട്ട് പാടാം.
ചാച്ചാജി ചാച്ചാജി നമ്മുടെ സ്വന്തം ചാച്ചാജി, സ്നേഹം ചൊരിയും ചാച്ചാജി, പുഞ്ചിരി തൂവും ചാച്ചാജി. ചാച്ചാജി ചാച്ചാജി നമ്മുടെ സ്വന്തം ചാച്ചാജി, സ്നേഹം ചൊരിയും ചാച്ചാജി, പുഞ്ചിരി തൂവും ചാച്ചാജി. ശിശുദിനം എന്താണെന്നറിയാമോ? ചാച്ചാജിയുടെ ജന്മദിനം. ശിശുദിനം എന്താണെന്നറിയാമോ? ചാച്ചാജിയുടെ ജന്മദിനം. സ്നേഹിച്ചെന്നും കുട്ടികളെ സ്വപ്നം കണ്ടു നമ്മൾക്കായി. സ്നേഹിച്ചെന്നും കുട്ടികളെ സ്വപ്നം കണ്ടു നമ്മൾക്കായി. കുട്ടികൾക്കെന്നും ചങ്ങാതി റോസാപ്പൂവിൻ തോഴൻ താൻ. കുട്ടികൾക്കെന്നും ചങ്ങാതി റോസാപ്പൂവിൻ തോഴൻ താൻ. നേടിത്തന്നു സ്വാതന്ത്ര്യം നമ്മുടെ നാടിൻ ചാച്ചാജി. നേടിത്തന്നു സ്വാതന്ത്ര്യം നമ്മുടെ നാടിൻ ചാച്ചാജി. ഓർത്തിയിടുന്ന ജന്മദിനത്തിൽ ചാച്ചാജിയെ ഹൃദയത്തിൽ. ഓർത്തിയിടുന്ന ജന്മദിനത്തിൽ ചാച്ചാജിയെ ഹൃദയത്തിൽ. എല്ലാവർക്കും ശിശുദിനാശംസകൾ. നമസ്കാരം. എൻ്റെ അധ്യാപകർക്കും എൻ്റെ കൂട്ടുകാർക്കും ശിശുദിന ആശംസകൾ. ഞാൻ ഇന്ന് പാടാൻ പോകുന്നത് നാടൻ പാട്ടാണ്. താരക പെണ്ണാളെ തകിരാടും മിഴിയാളെ, തമ്പുരാനെത്തിടും കരിങ്കാതിക്കോല പറിച്ചാട്ടെ, തക തക താത്തിനം തകത്തിതാരോ, തകതിനം തകത്തിതാരോ, താത്തിനം തക തകതിനം തക തകതിനം തകത്തിതാരോ. ആ ഏ ഓ ചമ്മന്തിന്നവളെ കഴിച്ചും മുറുക്കെ അന്തിക്കൊരുത്തി മുറുക്കിച്ചു വറ്റിച്ച് വീണത് ചേച്ചിയാണ്. തക തക താത്തിനും തകത്തിതാരോ, തകതിനും തകത്തിതാരോ, താത്തിനും തക തകതിനും തക തകതിനും തകത്തിതാരോ. ആ ഏ ഓ കുട്ടികളുടെ പ്രിയ ചാച്ചാജി, ഭാരത മണ്ണിൽ നെഹ്റുജി. ചാച്ചാജി തൻ ജന്മദിനം ശിശുദിനമല്ലോ നമ്മൾക്ക്, ശിശുദിനമല്ലോ നമ്മൾക്ക്. വെള്ളക്കുപ്പായത്തിൽ മീതെ റോസാപ്പൂവും ചൂടി നടക്കും നവഭാരത ശില്പി നമ്മുടെ ചാച്ചാജി. നവഭാരത ശില്പി നമ്മുടെ ചാച്ചാജി. ഹൃദയം നിറയെ സ്നേഹത്താൽ കുഞ്ഞു മനസ്സ് കവർന്നിടും നറുപുഞ്ചിരികൾ നന്മകൾ കാട്ടിയ ഭാരത മണ്ണിൽ ചാച്ചാജി, ഭാരത മണ്ണിൽ ചാച്ചാജി. നമസ്കാരം. എൻ്റെ അധ്യാപകർക്കും കൂട്ടുകാർക്കും ശിശുദിന ആശംസകൾ. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു കഥയാണ്. ഒരു ദിവസം ചാച്ചാജിയെ കാണാൻ ഒരു സ്ത്രീ വന്നു. അവിടുത്തെ കാവൽക്കാരൻ അവരെ കയറ്റി വിട്ടില്ല. പിന്നെയും പിന്നെയും വന്നു. പക്ഷെ ചാച്ചാജി അവിടുത്തെ കാവൽക്കാരൻ കയറ്റി വിട്ടില്ല. ഒരു ദിവസം ചാച്ചാജി അവരെ കണ്ടു. ചാച്ചാജി ചോദിച്ചു എന്താന്ന്. അപ്പോൾ അവർ പറഞ്ഞു ഈ റോസാപ്പൂ തരാനെന്ന് പറഞ്ഞപ്പോൾ റോസാപ്പൂ മേടിച്ചിട്ട് ചാച്ചാജിയുടെ പോക്കറ്റിൽ വെച്ചു. ഒരു ദിവസം
ചാച്ചാജിക്ക് ഒരു പരിപാടി ചർച്ച ഉണ്ടായിരുന്നു. അതിൽ വിജയിച്ചു. അത് അവിടത്തെ കാവൽക്കാരൻ ശ്രദ്ധിച്ച് ഇരിക്കുന്നതായിരുന്നു. അപ്പോൾ തോട്ടത്തിൽ വിരിയുന്ന പൂക്കൾ എല്ലാം മേശപ്പുറത്ത് വെച്ചിരിക്കുമ്പോൾ ചാച്ചാജി എല്ലാം പോക്കറ്റിൽ വെച്ചുകൊണ്ട് ഇരുന്നു. അന്ന് തൊട്ടാണ് ചാച്ചാജി റോസാപ്പൂ പോക്കറ്റിൽ വെച്ചത്. ഒത്തുചേർന്നിടാം, ഒത്തുപാടിടാം, ആശംസകൾ ചൊല്ലിയാടിടാം. ചാച്ചാജിയുടെ ജന്മദിനമായി കുഞ്ഞുങ്ങൾ ഞങ്ങൾക്കുത്സവനാളായി. നമ്മുടെ തോഴൻ ചാച്ചാജിക്ക് റോസാപ്പൂക്കൾ സമ്മാനിക്കാം. നന്മകൾ ചെയ്യാം, നല്ല വാക്കാൽ, നല്ല ചെയ്തിയാൽ തിന്മയകറ്റാം. ലാലലാലാ, ലാലലാലാ. ഒത്തുചേർന്നിടാം, ഒത്തുപാടിടാം, ആശംസകൾ ചൊല്ലിയാടിടാം, ആശംസകൾ ചൊല്ലിയാടിടാം. The grapes are soft. A horse was passing by the grapevine. The grapevine was full of grapes. When the horse saw the grapes, felt like eating them. He jumped with the grapes, but was not able to reach them. Tried again and again, but could not get to the grapes. He said himself, "These grapes are soft. I was fool to want them," and walked away. Thank you. നമസ്കാരം. എല്ലാവർക്കും എന്റെ ശിശുദിന ആശംസകൾ. ഞാൻ ഇന്നൊരു നാടൻ പാട്ടാണ് പാടുന്നത്. വന്നുദിച്ചേ നിന്നുദിച്ചേ ആദിത്യൻ ഭഗവാനും, ഇന്നെന്താ ഭഗവാനും വന്നുദിക്കാൻ ഇത്ര താമസിച്ചേ. വന്നുദിച്ചേ നിന്നുദിച്ചേ ആദിത്യൻ ഭഗവാനും, ഇന്നെന്താ ഭഗവാനും വന്നുദിക്കാൻ ഇത്ര താമസിച്ചേ. മയിലുകേറാമലയിൽ മയിലാട്ടം കണ്ടു താമസിച്ചേ. മയിലുകേറാമലയിൽ മയിലാട്ടം കണ്ടു താമസിച്ചേ. വന്നുദിച്ചേ നിന്നുദിച്ചേ ആദിത്യൻ ഭഗവാനും, ഇന്നെന്താ ഭഗവാനും വന്നുദിക്കാൻ ഇത്ര താമസിച്ചേ. കാളകേറാമലയിൽ കളകളി കണ്ടു താമസിച്ചേ. കാളകേറാമലയിൽ കളകളി കണ്ടു താമസിച്ചേ. വന്നുദിച്ചേ നിന്നുദിച്ചേ ആദിത്യൻ ഭഗവാനും, ഇന്നെന്താ ഭഗവാനും വന്നുദിക്കാൻ ഇത്ര താമസിച്ചേ. കുയിലുകൂവും മാമലയിൽ കുയിലാട്ടം കണ്ടു താമസിച്ചേ. കുയിലുകൂവും മാമലയിൽ കുയിലാട്ടം കണ്ടു താമസിച്ചേ. വന്നുദിച്ചേ നിന്നുദിച്ചേ ആദിത്യൻ ഭഗവാനും, ഇന്നെന്താ ഭഗവാനും വന്നുദിക്കാൻ ഇത്ര താമസിച്ചേ. അടുക്കേറാമലയിൽ അടുക്കളി കണ്ടു താമസിച്ചേ. അടുക്കേറാമലയിൽ അടുക്കളി കണ്ടു താമസിച്ചേ. വന്നുദിച്ചേ നിന്നുദിച്ചേ ആദിത്യൻ ഭഗവാനും, ഇന്നെന്താ ഭഗവാനും വന്നുദിക്കാൻ ഇത്ര താമസിച്ചേ. ആനക്കേറാമലയിൽ
വന്നുദിച്ചേ ആന കേറാമലയിൽ ആനക്കളി കണ്ടു താമസിച്ചേ വന്നുദിച്ചേ നിന്നുദിച്ചേ ആദിത്യൻ ഭഗവാനും ഇന്നെന്താ ഭഗവാനും വന്നുദിക്കാൻ ഇത്ര താമസിച്ചേ കുതിര കേറാമലയിൽ കുതിര കളി കണ്ടു താമസിച്ചേ കുതിര കേറാമലയിൽ കുതിര കളി കണ്ടു താമസിച്ചേ വന്നുദിച്ചേ നിന്നുദിച്ചേ ആദിത്യൻ ഭഗവാനും ഇന്നെന്താ ഭഗവാനും വന്നുദിക്കാൻ ഇത്ര താമസിച്ചേ. താങ്ക് യു. Respected teachers, parents, and my dear friends, good morning everybody. Today is November 14, the birthday of our first Prime Minister Jawaharlal Nehru. This day is very important to every child. Because this day is celebrated as Children's Day all over our country. Nehru said that children are wealth of nation. He was born in Allahabad in 1889. He was son of Motilal Nehru and Swarup Rani. He was very brilliant, so he was known as Pandit. The Indian children remember Jawaharlal Nehru as Chacha Nehru. He was a great writer. He loved children very much. He gave good advice to children. Nehru said that children are like buds in a garden and they a future to nation. I wish you a happy Children's Day. Be safe and keep others safe. Thank you all.
കുറിച്ചുള്ള ഒരു പാട്ടാണ്. കൂട് കൂട്ടി താമസിച്ചിടും കൂട്ടരുടെ കൂടതൊന്നു നോക്കി വരാമോ. കൂട് കൂട്ടി താമസിച്ചിടും കൂട്ടരുടെ കൂടതൊന്നു നോക്കി വരാമോ. മാടപ്രാവ് തത്തമൈനയും കൂട്ടും കൂടതൊന്നു നോക്കി വരാമോ. മാടപ്രാവ് തത്തമൈനയും കൂട്ടും കൂടതൊന്നു നോക്കി വരാമോ. കാക്കയുടെ കൂടു നോക്കാമോ, തൂക്കണം കുരുവിയുടെ കൂടു നോക്കാമോ. കാക്കയുടെ കൂടു നോക്കാമോ, തൂക്കണം കുരുവിയുടെ കൂടു നോക്കാമോ. എട്ടുകാലി കൂടു നോക്കാമോ, മുട്ടയിടും പക്ഷിയുടെ കൂട് നോക്കാമോ. എട്ടുകാലി കൂട് നോക്കാമോ, മുട്ടയിടും പക്ഷിയുടെ കൂട് നോക്കാമോ. കട്ടുറുമ്പിൻ കൂട് നോക്കാമോ, പിന്നെ നെയ്യുറുമ്പിൻ കൂട് നോക്കാമോ. കട്ടുറുമ്പിൻ കൂട് നോക്കാമോ, പിന്നെ നെയ്യുറുമ്പിൻ കൂട് നോക്കാമോ. എത്ര തരം കൂട് കണ്ടിടാം, അയ്യയ്യ എന്തു രസം കൂട് കണ്ടിടാൻ. എത്ര തരം കൂട് കണ്ടിടാം, അയ്യയ്യ എന്തു രസം കൂട് കണ്ടിടാൻ. എന്തു രസം കൂട് കണ്ടിടാൻ, എന്തു രസം കൂട് കണ്ടിടാൻ. ജയ് ജയ് ചാച്ചാജി, ജയ് ജയ് ശിശുദിനം. ജയ് ജയ് ശിശുദിനം, ജയ് ജയ് ശിശുദിനം. ജയ് ജയ് ചാച്ചാജി, ജയ് ജയ് ചാച്ചാജി. ജയ് ജയ് ശിശുദിനം, ജയ് ജയ് ശിശുദിനം. ജയ് ജയ് ചാച്ചാജി, ജയ് ജയ് ചാച്ചാജി. സദസ്സിന് വന്ദനം. കൂട്ടുകാർ, ഇന്ന് ശിശുദിനമാണ്. നമ്മുടെ ദിനം ആരുടെ ഓർമ്മയ്ക്കാണ് ശിശുദിനം ആഘോഷിക്കുന്നത്? നമ്മുടെ ചാച്ചാജിയുടെ. നമ്മൾ ആദ്യമായിട്ടാണ് ഓരോ ശിശുദിനം ആഘോഷിക്കുന്നത്. അതിൻ്റെ കാരണം കൂട്ടുകാർക്ക് അറിയില്ലേ? ശിശുദിനം ആഘോഷിക്കാത്തതുകൊണ്ട് കൂട്ടുകാർക്ക് വിഷമമുണ്ടെന്ന് എനിക്കറിയാം. വിഷമം മാറാനായി ഞാൻ കൂട്ടുകാർക്ക് ഒരു കഥ പറഞ്ഞു തരട്ടെ. ഒരിടത്ത് ഒരു അനിയത്തിപ്രാവും ഒരു ചെറുത്തിപ്രാവും താമസിച്ചിരുന്നു. ചെറുത്തിപ്രാവ് അനിയത്തിപ്രാവിന് വഴക്ക് പറയുമായിരുന്നു. എന്നാൽ അനിയത്തിപ്രാവ് ചെറുത്തിപ്രാവിന് ഒന്നും പറയില്ലായിരുന്നു. ഒരു ദിവസം ചെറുത്തിപ്രാവും അനിയത്തിപ്രാവും കൂടി തീറ്റ തേടി പറന്നു പോവുകയായിരുന്നു. അപ്പോൾ ഒരു വരമ്പിൽ കുറേ പയറുമണ നിൽക്കുന്നത് കണ്ടു. ചെറുത്തിപ്രാവും അനിയത്തിപ്രാവും കൂടി പയറുമണ കൊത്തിയെടുത്ത് കൂട്ടിലേക്ക് കൊണ്ടുപോയി. ചെറുത്തിപ്രാവ് പറഞ്ഞു, ആ അളവ് പാത്രം എടുക്കൂ, ഞാനൊന്ന് അളന്ന് നോക്കട്ടെ. അളന്ന് നോക്കിയപ്പോൾ അളവ് പാത്രം നിറഞ്ഞിരിക്കുന്നു. ചെറുത്തിപ്രാവ് പറഞ്ഞു, ഞാൻ പുറത്തു പോയിട്ട് വരാം. അപ്പോൾ നീ പയർമണികൾ വറുത്ത് വെക്കണം. ഇതിൽ നിന്നും ഒരു തുള്ളി പോലും എടുക്കരുത്. അപ്പോൾ ചെറുത്തിപ്രാവ് പറഞ്ഞതുപോലെ അനിയത്തിപ്രാവ് ചെയ്തു. അനിയത്തിപ്രാവ് പയർമണികൾ വറുത്ത് വെച്ചു. അപ്പോൾ ചെറുത്തിപ്രാവ് എത്തി. ചെറുത്തിപ്രാവെ, ഇതിൽ നിന്നും ഞാനൊരു തുള്ളി പോലും എടുത്തിട്ടില്ല. വേണമെങ്കിൽ ഇന്ന് അളന്ന് നോക്കൂ. അളന്ന് നോക്കിയപ്പോൾ അളവ് പാത്രത്തിൻ്റെ പകുതി ഉണ്ടായിരുന്നുള്ളൂ. എടി കള്ളി, നീ ഇതിൽ നിന്നും എടുത്ത് തിന്നല്ലേ? ഇല്ല ചെറുത്തിപ്രാവെ, ഞാൻ ഇതിൽ നിന്നും ഒരു തുള്ളി പോലും എടുത്തിട്ടില്ല. എനിക്ക് നിന്നെ വിശ്വാസമില്ലെന്നും പറഞ്ഞുകൊണ്ട് അനിയത്തിപ്രാവിനെ കൊത്തി കൊത്തി കൊന്നുകളഞ്ഞു. ഒരു ദിവസം ചെറുത്തിപ്രാവ് തീറ്റ തേടി പറന്നു പോവുകയായിരുന്നു. അപ്പോൾ അന്നത്തെ പോലെ വരമ്പിൽ കുറേ പയറുമണികൾ കിടക്കുന്നത് കണ്ടു. അപ്പോൾ ചെറുത്തിപ്രാവ് പയറുമണി കൊത്തിയെടുത്ത് കൂട്ടിലേക്ക് കൊണ്ടുപോയി. ആദ്യം അളന്ന് നോക്കിയപ്പോൾ അളവ് പാത്രം നിറഞ്ഞിരിക്കുന്നു. പിന്നെ വറുക്കാൻ തുടങ്ങി. വറുത്ത് കഴിഞ്ഞിട്ടും അളന്ന് നോക്കി. അപ്പോൾ അളവ് പാത്രത്തിൻ്റെ പകുതി ഉണ്ടായിരുന്നുള്ളൂ. ചെറുത്തിപ്രാവിന് പിന്നെയാണ് മനസ്സിലായത് പയറുമണികൾ വറുത്ത് കഴിഞ്ഞ് ഇത്തിരിയേ ഉണ്ടാവുള്ളെന്ന്. എൻ്റെ അനിയത്തിനെ കൊന്ന സങ്കടത്തോടെ അനിയത്തിപ്രാവിനെ തേടി നടന്നു. അനിയത്തിപ്രാവിനെ കണ്ടില്ല. കൂട്ടുകാരെ, നമ്മൾക്ക് ഇതിൽ നിന്നും ഒരു ഗുണപാഠം മനസ്സിലായല്ലേ? ഒന്നും അറിയാതെയും ആരെയും ഒന്നും ചെയ്യരുത്. എൻ്റെ ശിശുദിന ആശംസകൾ നേരുന്നുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ നിർത്തുന്നു. ഓടി വന്നല്ലോ, നവംബർ 14 വന്നല്ലോ, ചാച്ചാജിയുടെ ജന്മദിനം. ഭാരതനാടിന് അഭിമാനം. ചുണ്ടിൽ നിറയെ പുഞ്ചിരിയും വെള്ളയുടുപ്പും തൊപ്പിയുമായി പെരുമാറാത്തൊരു റോസാപ്പൂ. ചൂട് വരുന്നു ചാച്ചാജി, നമ്മുടെ സ്വന്തം ചാച്ചാജി, നമ്മുടെ സ്വന്തം ചാച്ചാജി. കണ്ടോ കണ്ടോ പെരുപ്പാടം, പാടിയിട്ട് കൊയ്യണ നല്ലൊരു പാടം. കണ്ടോ കണ്ടോ പെരുപ്പാടം.
ആചാര്യൻ